ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച 4 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടക്കും. ഭാരതപ്പുഴയുടെ തീരത്ത് കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട കുട്ടികളെ രക്ഷിക്കാനിറങ്ങിയ ദമ്പതികളടക്കം 4 പേരാണ് മരിച്ചത്. സൂരജ് സജി തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ചേരുന്നത്. സൂരജ് പറയൂ, എപ്പോഴായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക? കൂടുതൽ വിവരങ്ങൾ. സ്മിത, ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം ഞാനിപ്പോൾ നിൽക്കുന്ന തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടി എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. ഭാരതപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ 2 കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ദമ്പതികളടക്കം ഈ ഒഴുക്കിൽപ്പെടുന്നതും പിന്നീട് കാണാതാകുന്നതും. ചെറുതുരുത്തി സ്വദേശികളായ കബീറിൻ്റെ ഭാര്യ ഷാഹിന, ഇവരുടെ മകളായ സെറ, ഈ ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ്, 4 പേരാണ് ഇങ്ങനെ ഈ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയിൽ അപകടത്തിൽപ്പെടുന്നത്. പിന്നീട് 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഷാഹിനെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. പിന്നീട് ബാക്കി 3 പേരുടെയും മൃതദേഹത്തിന് വേണ്ടി 3 മണിക്കൂറിലധികം നേരമാണ് ഈ ഫയർഫോഴ്സിന് തിരച്ചിൽ നടത്തേണ്ടി വന്നത്. ഈ ഭാരതപ്പുഴയെ സംബന്ധിച്ച് ഈ മേഖലയിലെല്ലാം തന്നെ വലിയ അപകടമാണ്. കാരണം ഇതിന് മുൻവശത്തും ഇവർ ഈ കുളിക്കാനിറങ്ങിയതിന് മുൻവശത്തും താഴ്വശത്തും ആളുകൾക്ക് നടന്നു പോകാവുന്ന ആഴം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു ചുഴി പോലെ വലിയ, അതായത് 2.5 ആൾ താഴ്ചയിൽ കുഴിയുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഇവിടെ തിരച്ചിൽ നടത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ പുറകിലേക്ക്, ഈ കുട്ടികൾ ഈ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ഈ കുട്ടികളെ പുറകോട്ട് വലിക്കുകയായിരുന്നു. വെള്ളം തന്നെ വലിക്കുന്നു, ഈ ചുഴി ആയതുകൊണ്ട് തന്നെ പുറകോട്ട് വലിക്കുന്നു. അങ്ങനെയാണ് ഈ കുട്ടികൾ പുറകിലേക്ക് മറിഞ്ഞു പോകുന്നത് ഈ ഷാഹിനയും കബീറും കാണുന്നത്. അങ്ങനെ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഇരുവരും ഇത് ചുഴിയിലേക്ക് വിടുന്നു. അങ്ങനെ 4 പേരും ഈ ചുഴിയിൽ പെടുകയായിരുന്നു. ഒരു സമയത്ത് ഈ ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുമ്പോൾ ഈ മൃതദേഹം മറുതലക്കലിൽ ചുഴിയായി കറങ്ങി വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഈ 3.5 മണിക്കൂറിലധികം നീണ്ട രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വന്നതെന്നുള്ളതാണ് ഫയർഫോഴ്സ് പറയുന്നത്. എന്തായാലും ഇന്നലെ ചേലക്കര MLA ആയിട്ടുള്ള UR പ്രദീപ് അടക്കം ഇടപെട്ടുകൊണ്ട് രാത്രിയോടുകൂടി തന്നെ ചേലക്കരയിലെ ജീവോദയ ആശുപത്രിയിൽ വെച്ച് ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയാക്കി. മൃതദേഹം നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലാണുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥന അടക്കം നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടിയാണ് നിലവിൽ ജില്ലാ ഭരണകൂടമൊക്കെ ഇടപെട്ടുകൊണ്ട് സ്വീകരിക്കുന്നത്. ക്രിസ്റ്റീന, സ്മിത. ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. പലപ്പോഴും ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട്. ഓരോ തവണയും നമ്മൾ പറയാറുമുണ്ട് ജാഗ്രതയെ പറ്റി.